ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ളതായ ഈ പരമ്പരയിൽ നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നതായ വിഷയം ഉപമകൾ എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് അതുപോലെ തൻ്റെ അടുത്തുകൂടിയ വ്യക്തികളോട് പല തരത്തിലുള്ളതായ ഉപമകൾ പറഞ്ഞിരുന്നു എന്ന് നാം വചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപമകളുടെ ഉദ്ദേശം എന്താണ്? ഉപമകൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഭൂമിയിലുള്ള ചില സാധനാവസ്തുക്കൾ കർത്താവ് ഉപയോഗിച്ച് അവയെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് പല തരത്തിലുള്ളതായ ഉപമകൾ കർത്താവ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഉപമകളുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമ്മുടെ ധാരണ, അതായത് ശരിയായി അറിയുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് സ്വർഗീയമായ കാര്യങ്ങളെ ഭൂമിയിലുള്ളതായ മനുഷ്യർക്ക് അറിയുന്നതിന് വേണ്ടി അവയെ വളരെ ലളിതമായ രീതിയിൽ, അല്ലെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർ ചുറ്റുപാടുകളിലും കാണുന്നതായ, അവർ ദിനംതോറും കാണുന്നതായ കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച ചില കടങ്കഥകൾ പോലെയുള്ളതാണ് ഈ ഉപമകൾ. അപ്പോൾ ഇവിടെ കർത്താവ് അനേക ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഉപമകളും ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നില്ല, ഏതാനും ചിലത് മാത്രം പറയുകയാണ്. കാരണം നമ്മുടെ അറിവിൽ അത് നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയുണ്ടായി, കടുകുമണിയുടെ ഉപമ. നമുക്കറിയാം, കടുകുമണി നമ്മുടെ വീടുകളിലൊക്കെയും കടുക് ഉപയോഗിക്കുന്നുണ്ട്. കടുക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു വസ്തുവാണ്, ഒരു വിത്താണ്. അപ്പം അത് സാധാരണ ഇപ്പം കേരളത്തിലുള്ള ആൾക്കാരുടെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? കറി ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു നല്ല മണം കിട്ടുന്നതിന് വേണ്ടി കരിയാപ്പിലയും ഉള്ളിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഇട്ട് കടുക് പൊട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. എന്നാൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കടുക് എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്കത്ര സൂഹിക്കത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഇന്ത്യയുടെ പല ഭാഗത്ത് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില പ്രദേശത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഈ മണം നമ്മൾക്ക് ഇഷ്ടപ്പെടുക. ചിലർ കടുകെണ്ണ ദേഹത്ത് ഉപയോഗിക്കും. അവരടുത്തോട്ട് അടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വല്ലാത്ത ഒരു നാറ്റമാണ്. അപ്പോൾ അത് ഇപ്പോൾ അവർക്കത് സൗരഭ്യവാസനയാണ്, നമുക്കത് എന്താണ്, അതൊരു ഒരു ഒരു പ്രതി നമുക്കത് പിടിക്കത്തില്ല. ഇപ്പം അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ ആദ്യമായിട്ട് വിമാനത്തിൽ കയറി പോയത് ഞങ്ങൾ ഫിലിപ്പീൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് പഠിക്കാൻ പോയതാണ്. അപ്പോൾ പഠിക്കാൻ പോയ സമയത്ത് പ്ലെയിനിൽ അവർ യാത്ര ചെയ്യുമ്പോൾ നല്ല ആഹാരം കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല ചിക്കൻ കറിയും അല്ലെങ്കിൽ നല്ല ബിരിയാണിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തു, നല്ല ആഹാരമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് പോകുന്നത്. പോയപ്പോൾ സംഭവിച്ചതാണ്, അതായത് ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് ഫിലിപ്പീൻസിലേക്ക് പോയത്. അപ്പോൾ പോകുന്ന വഴി കൊലാലംപൂർ വഴി ഫിലിപ്പീൻസിൽ പോവുകയാണ്. അപ്പോൾ അത് നല്ലൊരു പ്ലെയിനായിരുന്നു. ഏത് പ്ലെയിനാണെന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, എങ്കിലും കൊലാലംപൂർ വഴി ഫിലിപ്പീൻസ് മനിലയിലേക്ക് പോവാണ്. അപ്പോൾ ചെന്നൈ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സ്വല്പ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ബീച്ച്, മരീന ബീച്ചൊക്കെ ഒന്ന് പോയി കണ്ടു. അപ്പോൾ എനിക്ക് 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഞങ്ങൾ 5 പേരും കൂടെ പോവുകയാണ്. പോയി അവിടെയെല്ലാം കണ്ടു കേട്ടു. അവിടുന്ന് അന്ന് ആഴ്ചയിട്ട് വൈകുന്നേരം ഒന്നും കഴിച്ചില്ല. ഞങ്ങളുടെ കൈവശം അന്നേരം തിന്നാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കഴിച്ചില്ല. കാരണം പ്ലെയിനിൽ കയറി ഞങ്ങൾ ചിക്കൻ ബിരിയാണി തിന്നാൻ പോവുകയാണ് എന്നുള്ള ഭാവത്തിലാണ്. അപ്പം അന്നേരം ആദ്യം അവർ തന്നത് കുറേ പീനട്ടാണ്. വിശപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല വിശപ്പായിരുന്നു. അതങ്ങ് കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവർ ഏതാണ്ട് പൊതിക്കെട്ട് കൊണ്ടുവന്നു. പക്ഷേ ആ പൊതിക്കെട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവർ പാക്ക് ചെയ്ത് നമുക്ക് സപ്പർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് പിള്ളേർക്ക് പിടിച്ചില്ല, ഞങ്ങൾക്കും പിടിച്ചില്ല. അത് വല്ലാത്ത മണം. അപ്പം ഞാനെന്തോ അഴിച്ചപ്പം എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. പിള്ളേർ അതിനെ ആ മണം അങ്ങോട്ട് പിടിച്ചിരുന്നില്ല. അതുകൊണ്ട് കഴിച്ചവരെല്ലാം അങ്ങ് ഛർദ്ദിച്ചു. അതുപോലെ അങ്ങ് അവശതയായി. പിന്നെ അടുത്ത പ്ലെയിനെല്ലാം പിന്നെ ഒന്നും കഴിച്ചിട്ടേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞതിന് സാരം മറ്റൊന്നുമല്ല, ആ മണം നമുക്ക് പിടിക്കത്തില്ല. എന്നാൽ ഇവിടെ കർത്താവ് യെരുശലേം ദേശത്ത് അല്ലെങ്കിൽ പലസ്തീൻ നാടുകളിലെ കടുകുണ്ട്. അപ്പോൾ ആ കടുകിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയാം. അപ്പോൾ കടുക് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു ധാന്യമാണ്, ഒരു വിത്താണ്. ആ വിത്തിൻ്റെ പറഞ്ഞു, ആ കടുക് വലുതായി അതിൽ പക്ഷികളൊക്കെയും വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കാം. അന്ന് അവിടുത്തെ കടുകെന്ന് പറയുന്നത് വലുതായിരിക്കും, ഇവിടുത്തെ കടുകെന്ന് പറഞ്ഞത് ചെറുതാണ്.
ഏതായാലും അതായത് കടുകുമണി, സ്വർഗരാജ്യം കടുകുമണിയോട് ഉപമിക്കുന്നതായ ദൈവം, അതിൽ നിന്നൊരു സാധനാപാഠം പഠിക്കുവാൻ തക്കവണ്ണം അത്രമാത്രം, അതായത് ആൾക്കാരെ ഉൾക്കൊള്ളുവാൻ, പക്ഷി ലതാദികളെയൊക്കെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഈ കടുകുമണി മരത്തിന് സാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ സ്വർഗരാജ്യത്തിന് എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രദേശമാണ്, അവിടെ വസിക്കുവാൻ തക്കവണ്ണം. അടുത്ത കർത്താവ് പറഞ്ഞു സ്വർഗരാജ്യം എന്താണ്, ഒരു നമുക്ക് എന്താണ് പറയുന്നത്, അതിന് പുളിപ്പ്, അതായത് നമുക്കറിയാമല്ലോ ബ്രെഡ് ഉണ്ടാക്കുവാൻ തക്കവണ്ണം പുളി ചേർക്കും, അതിന് ലെവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് എന്താണ്, ഈസ്റ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമ്മളാരും കാണുന്നില്ല. അതിങ്ങനെ മാവ് അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഈസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് അതിനകത്തോടെ കുറേശ്ശെയായിട്ട് വലുതാകുന്നു. ആ ബ്രെഡ് ഇത്രയുള്ളത് വലുപ്പമുള്ളതായി തീർന്നു. അത് പിന്നെ ഓവനിനകത്ത് വെച്ച് ബേക്ക് ചെയ്ത് നമ്മൾ കഴിക്കുന്നു. അപ്പോൾ ഇത് അതുപോലെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവരാജ്യം പ്രവർത്തിക്കുന്നത്. ചെറുതാണെങ്കിലും അത് വളരെ ശക്തിയായിട്ട് പ്രവർത്തിച്ച് അമ്മയെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെ ഇതെല്ലാം പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ദൈവരാജ്യത്തിൽ പോകുന്നവരെക്കുറിച്ചുള്ളതായ ഒരു രൂപം പറഞ്ഞു. അതാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. അത് വേദപുസ്തകത്തിൽ 2 ഭാഗത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇത് മത്തായിയുടെ സുവിശേഷം അവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ആദ്യം വായിക്കാം, അതിനുശേഷം നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും വേണമെങ്കിൽ വായിക്കാം. കാരണം അത് രണ്ടിടത്തും പറയുന്ന ഒരേ കാര്യമാണ്. ഇച്ചിലൂടെ വേണമെങ്കിൽ നമുക്ക് നിങ്ങൾ വീട്ടിൽ പോയിരുന്നത് വായിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലുണ്ട്, 8-4 മുതലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അത് 13-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. അവിടെ യേശു വീട്ടിൽ പുറപ്പെട്ടതിന് ശേഷം, പടയിൽ കയറിയതിന് ശേഷം അവൻ അവരോട് പലതും ഉപമകളായിട്ട് പ്രസ്താവിച്ചു. എന്നിട്ട് പറഞ്ഞതെന്നാൽ, വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് വീണു, മണ്ണില്ലാതെ ഇടത്ത് വീണത് ആഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി അവർ ഇല്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു, മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. അപ്പോൾ ഇത് യേശുക്രിസ്തു പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ ഇത് കേട്ടപ്പോൾ അവർക്കത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പിന്നെ ശിഷ്യന്മാർ അടുക്ക് ചെന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവൻ ചോദിച്ചു. അവരോട് ഉത്തരം പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചില്ല. അപ്പോൾ അത് അറിയാൻ പാടില്ലാത്തവർക്ക് എന്ത് ചെയ്തില്ല, വരം ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയായി ഉണ്ടാവും, ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടി എടുത്തു കളയും. അതുകൊണ്ട് ഇത് കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെ ഇരിക്കുവാൻ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും, ചില കാര്യങ്ങൾ മനസ്സിലാകുകയില്ല. എന്നാൽ അത് എന്തിനു വേണ്ടിയാണ്? കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെ ഇരിക്കിയാൽ ഞാൻ ഉപമകളാൽ അവരോട് സംസാരിച്ചു. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ല താനും, കണ്ണാൽ കാണും. ഇതൊക്കെയും പഴയ നിയമത്തിലുള്ള കാര്യങ്ങളാണ്. ദർശിക്കുകയില്ല താനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും ഇരുന്ന് കൊള്ളാതെയും അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടത് തന്നെ. ഇത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞാണ്. അതുകൊണ്ട് പിന്നെ അതിന് ഈ കാര്യത്തെക്കുറിച്ച് പിന്നീട് നമ്മൾ 18-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അതിനെ വിവരിക്കുകയാണ്. അതായത്, ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയും. ഇതത്രേ വഴിയരികെ വിതയ്ക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ദുഷ്ടനാരാ? പിശാച. അപ്പോൾ ഈ പിശാച് വന്ന് എന്ത് ചെയ്യും? അതായത് നമുക്കറിയാം ചിലരൊക്കെ ഈ വചനം കേട്ടതിന് ശേഷം ഇതിലേ പോകുന്നൊരവസ്ഥാവിശേഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥാവിശേഷമാണ് ഇവിടെ കാണുന്നത്. അതായത് നമ്മൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അതാവട്ടെ കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ അത് പറയുന്നത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാണ്. ഇപ്പം പള്ളി പാസ്റ്റർ പ്രസംഗിച്ചു, വചനം പറഞ്ഞു, നമ്മളതൊക്കെ ചിലപ്പോൾ കുറിച്ചെടുത്തു. വീട്ടിൽ പോയി അതിന് തന്നെ പരിശോധിക്കണം.
ഇവിടെ അത് ഞാൻ പിന്നീട് പറയാം. അതായത് ഇവിടെ എന്നാൽ വിതയ്ക്കുന്നതിൻ്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയും. ഇതത്ര വഴിയരി വിതയ്ക്കപ്പെട്ടതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും പറയുന്നതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലാണ്. അത് നമുക്കൊന്ന് വായിക്കാം. അതായത് രണ്ടും കൂടെ വായിക്കുന്നത് നല്ലതാണ്. ലൂക്കോസ് 8 അവിടെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനായിട്ട് നമുക്ക് കാണാം. ഇവിടെ പറയുന്നത് ഉപമകളുടെ പൊരുള ദൈവജനം വഴിയുള്ളത് കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിന്നെ പറയുന്നത് പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എന്ത് ചെയ്യുന്നു? എടുത്തു കളയുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വചനം വീണു. പക്ഷേ അതിന് മറ്റു രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതായത് എപ്രകാരം പിശാച് പ്രവർത്തിക്കുന്നു മനസ്സിലാകും. അതായത് പിശാച് വന്ന് നമുക്ക് ഇപ്പം നമ്മുടെ ഇപ്പം നമ്മൾ പല ആഹാരങ്ങൾ കഴിക്കാറുണ്ട്. അത് എല്ലാം ദഹിക്കത്തുമില്ല. എന്തായാലും നമ്മൾ കഴിക്കുകയാണ്. കാരണം അത് നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ മധുരമാണത് അങ്ങനെ. പക്ഷേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ വചനം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. അത് അങ്ങനെ തന്നെയോ ഒന്ന് പരിശോധിക്കാനുള്ളൊരു മനസാക്ഷിയില്ല. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യുന്നു? അത് അപ്പം തന്നെ ടപ്പാൻ തട്ടിക്കളയുന്നു. അതോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകുന്നു. അപ്പോൾ അങ്ങനെ വരരുത്. പിന്നെ അടുത്തത് 2 ഇതും കൂടെ വായിക്കാം. അതായത് പിന്നെ പറയുന്നത് എന്താണ്? പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം, ഇത് ഞാൻ ലൂക്കോസിന് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുകയാണ്. പാറ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു. എങ്കിലും വേരില്ലാതിരിക്കാൽ അവർ ക്ഷണികരത്രേ. ഇപ്പോൾ വേരുണ്ടെങ്കിൽ വളരുള്ളൂ. അപ്പോൾ അതേ കാര്യം തന്നെ ലൂക്കോസ് പറയുന്നത് പാറപ്പുറത്തുള്ളവനോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവനെങ്കിലും അവർക്ക് വേരില്ലാത്തവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യും. ഒരു പരീക്ഷാ സമയമുണ്ട്. അതാണല്ലോ പാറപ്പുറത്ത് വീഴുമ്പോഴത്തേക്ക് വേരിറങ്ങണ്ടേ. ഇവിടെ കല്ലും പുറത്ത് കിടന്നാൽ എവിടെയാണ് വേര് പോകുന്നത്? എന്നാൽ ചില ചെടികളുടെ വേര് പാറയുടെ കൂടെ തുളച്ച് കയറുന്നുണ്ട്. പക്ഷേ അതല്ല, ഇവിടെ ഈ പറയപ്പെട്ട വിത്ത് അങ്ങനെ പോകുന്നതല്ല. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? അത് മുളച്ചില്ല. ഓക്കെ, അടുത്തത് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വന്ന് വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും പിന്നെ എന്താണ് ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനാക്കി തീരുന്നു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ലോകത്തിൻ്റെ ചിന്തയാണ്, വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെ അല്ല. ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നു. അത് ലൂക്കോസ് എന്നാ പറഞ്ഞ് ചിന്തിക്കാം. അതായത് ഇവിടെ പറയുന്നത് പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷം, അതായത് മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവനെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗത്താലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. അപ്പം നമ്മളെ മുള്ള് ഞെരിക്കുന്നത് പോലെ നമ്മുടെ ചിന്തകൾ. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണ്? ലോകത്തിൻ്റെ ചിന്ത, പിന്നെ ധനത്തിൻ്റെ വചനത്തെ ഞെരുക്കുന്നു. ഇവിടെ ലൂക്കോസ് പറയുന്നത് അതായത് പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുക്കി. ഇത് രണ്ടും നിങ്ങൾ കണക്കിലാക്കണം. കാരണം ഇത് നമുക്ക് സംഭവിക്കാവുന്ന കാര്യമാണിത്. നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും നമ്മൾ ദൈവിക കാര്യവും ലൗകിക കാര്യവും തമ്മിൽ കൂട്ടിക്കുറയും. ദൈവിക കാര്യത്തിന് പ്രത്യേകിച്ച് പ്രാർത്ഥനയോടെ അല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അത് പാറമേൽ വീണ വിത്ത് വീണ മനുഷ്യൻ്റെ അനുഭവം പോലെ ആകും പലപ്പോഴും. അതായത് മനുഷ്യനെ നമ്മൾ 4 കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത്. ഈ 4 കാറ്റഗറിയിൽ ഏതാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങളുടെ ഹൃദയങ്ങളോട് നിങ്ങൾ ചോദിക്കുക. ദൈവവചനവുമായി തട്ടിച്ച് പഠിക്കുക. ഇനി അടുത്തത് പറയുന്നത് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടു ഗ്രഹിക്കുന്നവനാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മടങ്ങ് മേനി നൽകുന്നു. ഇപ്പോൾ ഇത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണ്? അതായത് നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തെ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നു. ഇപ്പോൾ രണ്ടും കൂടി ചിന്തിക്കണേ. കാരണം 100, 60, 30 മേനി ഫലം കൊടുക്കുക. അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഒരു വിത്ത്, എത്ര വിത്താണ്? ഒരു വിത്ത്. അത് വിതയ്ക്കുമ്പോൾ അതിൽ നിന്ന് 100 വിത്തുകളുണ്ടാകും, അല്ലെങ്കിൽ 100 മണികളുണ്ടാകും, അല്ലെങ്കിൽ 60 മണി ഉണ്ടാകും, അല്ലെങ്കിൽ 30 മണി ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഒരു വിത്ത് നോക്കി നോക്കുകയാണ്. ഇപ്പോൾ ഒരു വിത്താണ് സിംഗിൾ, അത് 100 എണ്ണം ആകുക, അത് 60 ആകുക,
അത് 30 അതാണല്ലോ മേനി, അതായത് മടങ്ങ്. അപ്പം അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കണം നമ്മുടേത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെടുന്നത്. ഇനി താഴോട്ട് കർത്താവ് പറയുന്ന കാര്യം ഇവിടെ അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് പറയുന്നത്. നമുക്കത് ചിന്തിക്കും. ഇവിടെ അടുത്ത ഉപമയാണ് കർത്താവ് പറയുന്നത്. സ്വർഗരാജ്യം മനുഷ്യൻ നിലത്ത് നല്ല വിത്ത്. പിന്നെ അടുത്തൊരു ഉപമ പറയാം. പക്ഷേ ഇതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷത്തുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ പറയുന്നത്, അതായത് വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവനാകുന്നു. അപ്പം നല്ല ഫലം ഉണ്ടാകുക എന്നുള്ളതാണ് വിത്ത് വിതയ്ക്കുന്നത് കൃഷിക്കാരൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ വിത്ത് വിതയ്ക്കുന്ന ആരാണെന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. ആരാണ്? ദൈവമാണ്. ഈ മണ്ണ് ആരാണ്? നമ്മളാണ്. അപ്പോൾ അവിടെ വിത്ത് വളരേണ്ടതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. അത് എന്താണ്, വഴിയരികെ വീണതുപോലെയല്ല, അവിടെ പക്ഷികൾ കൊണ്ടുപോകും. പാറപ്പുറത്ത് വീണതല്ല, അതിന് ഞെരുക്കമുണ്ടായും അത് വേറിറങ്ങാൻ സാധിക്കത്തില്ല. പിന്നെ വീണത് എവിടെയാണ്? മുള്ളുകളുടെ ഇടയിലാണ്. അത് ലോകത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് മുഴുകിപ്പോകും. നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനിയായിട്ട് വളരും. അപ്പോൾ ഇനിയും നമുക്ക് അനേക ഉപമകൾ വായിക്കുവാനുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. കാരണം കർത്താവ് നമ്മെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും പഠിപ്പിക്കുവാൻ വേണ്ടി മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ച അതായത് അതിന് താഴോട്ട് അനേക മറ്റ് ഉപമകളാണ് കർത്താവ് പറയുന്നത്. എന്താണ് ഇതൊക്കെയും നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നന്നായി വളരുവാൻ തക്കവണ്ണം നല്ല മണ്ണ്, അതിന് വളവും വെള്ളവും വേണ്ട എന്താണ് സൂര്യപ്രകാശവും ലഭിക്കുമ്പോൾ അത് വളർന്ന് വലുതായിത്തീരും. ഇന്നത്തെ കാലത്ത് കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് രാസവളമാണ് കൊണ്ട് തട്ടുന്നത്. രാസവളം കൊണ്ട് അത് വളരെയധികം വർദ്ധിച്ചു വരും. അതോടുകൂടി ഭൂമിയിലുള്ള വളം കൂടെ അത് വലിച്ചെടുക്കും. അങ്ങനത്തെ കാലമാണ്. പിന്നെ അതിന് മേൽവളം പിന്നെയും ചേർക്കണം അങ്ങനെ ഉള്ളൊരു കാലം. പക്ഷേ കർത്താവ് പറഞ്ഞത് ഒരു സാധാരണ ലെവലിൽ വളരുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതങ്ങളിൽ പിന്നെ അതിനുശേഷം കർത്താവ് വേറെ ഉപമ പറഞ്ഞു. അങ്ങനെ പല ഉപമകൾ പറയുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും പിന്നെ അടുത്തോടൊന്ന് വായിക്കാം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്ത്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിന് ശേഷം സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അത് ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. അത് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടിടുവൻ ദാസന്മാർ അവൻ്റെ അടുക്കൽ വന്നു, യജമാനെ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ഇത് ശത്രു ചെയ്തതാകുന്നു. അപ്പോൾ പിശാചായവൻ എന്ത് ചെയ്യുന്നു? വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിന് അത് ഇല്ലായ്മ ചെയ്യുവാൻ, അത് പതിരായി മാറുവാൻ, അല്ലെങ്കിൽ പതിര് പോലുള്ള അവസ്ഥ ഫലമില്ലാത്തതായി മാറുവാൻ നോക്കണം. എന്നാൽ നല്ല ഫലങ്ങൾ ലഭിക്കാനാണ് കൃഷിക്കാരനെ ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റു ചെവിയിൽ കൂടെ പോവാനല്ല, പിന്നെയോ 100, 60, 30 മേനി ഫലം കായ്ക്കാനാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ ദൈവജനമേ, നമുക്കറിയാം യഹൂദന്മാരുടെ ഇടയിൽ സാധുക്യരും പരിശീലനം ഉണ്ടായിരുന്നു. അവർ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ വചനത്തെ കോട്ടി മാട്ടി അവരുടെ പാരമ്പര്യം കൊണ്ട് ദൈവത്തെ കൽപ്പന അനുസരിക്കാത്ത രീതിയിലാക്കി തീർത്തു. അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താണ്? വെള്ള തേച്ച ശവക്കല്ലറകളെ. അവർ പുറമേ ഇങ്ങനെ വെളുത്ത് ചുമന്നിരിക്കുകയാണ്, പക്ഷേ അകം കൊണ്ട് അവർ നാറി നീറി, അതായത് ശവക്കല്ലറകളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസ്ഥാവിശേഷം എനിക്കുണ്ടാകരുത്, നമുക്കുണ്ടാകരുത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുക. അത് വെറും കേൾവിക്കാരല്ല, പിന്നെയോ അനുസരണമുള്ളവരായിരിക്കണം. അവസാനം ബൈബിളിൽ തന്നെയുള്ള ഒരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ പറയുന്നത് ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിച്ചു, എല്ലാവരും കേട്ടു. അവരുടെ വസ്തുക്കളൊക്കെയും വിറ്റ് അവർ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമനപ്പെട്ട് കൂടി വരുന്നതായ സാഹചര്യത്തിൽ അനന്യാസും സഫീറ എന്ന് പറയുന്നതായ ഒരു ദമ്പതികൾ അവരും ഇത് കേട്ടു. അവരുടെ സമ്പാദ്യവും സുവിശേഷ വേലയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി അവരാഗ്രഹിച്ചു, അത് ഒരുങ്ങി. പക്ഷേ ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് 5-ാമത്തെ അധ്യായത്തിലാണ്, അപ്പോസ്തല പ്രവൃത്തികൾ
അവിടെ ഞാൻ പ്രകാരം വായിക്കുന്നു. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരയോട് കൂടെ നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറേ എടുത്തു വെച്ച ശേഷം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്തിന്? അത് വിൽക്കും മുമ്പേ നിൻ്റേതല്ലായിരുന്നു, വിറ്റ ശേഷം നിൻ്റേതല്ലായിരുന്നോ? ഈ ഒരു കാര്യത്തിന് നീ മനസ്സ് വെച്ച് ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം പ്രവർത്തിച്ചത്. അതിൻ്റെ അന്ത്യം ഒന്നാമെന്ന് എനിക്കറിയാം, അവിടെ തന്നെ വീണ് മരിക്കുകയുണ്ടായി. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്താലുള്ള അനുഭവമാണ്. ഏകദേശം 3 മണി കഴിഞ്ഞപ്പോൾ 3 മണി കഴിഞ്ഞ ശേഷം അവൻ്റെ ഭാര്യ ഇത് സംഭവിച്ചൊന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട് ഇത്രയ്ക്കോ നീ നിലം വിറ്റത്? അപ്പം തൻ്റെ ഭർത്താവ് പറഞ്ഞ പോലുള്ളൊരു മറുപടിയാണ് അവളും കൊടുത്തത്. എന്താണ് പറഞ്ഞത്? ഇതാ പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് പറഞ്ഞു. പത്രോസ് അവളോട് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഇതാ നിൻ്റെ ഭർത്താവിനെ കുഴിച്ചിട്ടുന്നുണ്ട്, കാൽ വാതുക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണു, പ്രാണനെ വിട്ടു. ബാല്യക്കാർ വന്നു, അവൾ മരിച്ചു എന്ന് കഴിഞ്ഞിട്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്ക് ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ഞാൻ ഉദ്ധരിച്ചതിൻ്റെ കാരണം അറിയാമോ? ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ അനേക കാര്യങ്ങൾ പഠിക്കുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ആകരുത്. ദൈവത്തോടുകൂടി ജീവിപ്പാൻ നാം തീരുമാനിച്ചാൽ വചനത്തിൽ പറയുന്നത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച്, ബൈബിൾ പറയുന്നത് ബെരോബയിലെ ക്രിസ്ത്യാനികൾ അവർ മറ്റുള്ളവരെക്കാൾ, അതായത് കൊരിന്ത്യ സഭകളിലുള്ളവരെക്കാൾ അല്ലെങ്കിൽ മറ്റു സഭകളെക്കാൾ മെച്ചമുള്ളവരാണ്. കാരണം അവർ പാസ്റ്റർ പ്രസംഗിച്ചു അല്ലെങ്കിൽ ശിഷ്യന്മാർ പറഞ്ഞു, അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവചനത്തെ ശോധന ചെയ്തു. അതുകൊണ്ട് ഈ തിരുവചന വാക്യങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്യുവാൻ തക്കണം ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അല്ലെങ്കിൽ നാം കേട്ട വചനത്തിന് വിരുദ്ധമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടാണ് നിങ്ങൾ പാപം ചെയ്തത്. അങ്ങനെ ഈ അവസ്ഥയിൽ അനന്യാസിനും സഫീരയ്ക്കും ഉണ്ടായുള്ള അനുഭവം നമുക്കുണ്ടാകരുത്. ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കാരണം വചനം കേട്ടു 30, 60, 100 മേനി വളരുവാൻ, ഫലമുണ്ടാകുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് ഇടയാകണം. അത് വെറും നമ്മുടെ ഉള്ളുകൊണ്ട് വെച്ച് കൊണ്ടിരിക്കുകയല്ല, മറ്റുള്ളവരുടെ യേശുവിനെക്കുറിച്ച് സാക്ഷി ചെയ്യണം. യേശുവിൻ്റെ വിശ്വാസം അതാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ ആ യേശുവിൻ്റെ വിശ്വാസമുണ്ടെങ്കിൽ കണിശമായിട്ടും യേശു ഉണ്ടായിരുന്നില്ല, യേശു എല്ലാവരോടും പറഞ്ഞു. ആയതുപോലെ ഞാനും നമ്മൾ ഓരോരുത്തരും നാം അറിഞ്ഞതായ വിശ്വാസം മറ്റുള്ളവരോട് പറയും. അതിനുള്ളതായ ശക്തി ദൈവം തരും. പക്ഷേ നമ്മൾ ഒരിക്കലും മടി വിചാരിക്കരുത്, അല്ലെങ്കിൽ മറച്ചു വയ്ക്കരുത്, പൊളി പറയരുത്. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വളരെ അതിശയമായി അത്ഭുതകരമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടിയങ്ങളത്തിന് ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയങ്ങൾ കേട്ട വചനത്തിന് അനുസരണമായി നല്ല ഫലം കായ്പാൻ 100, 60, 30 മേനി ഫലം കായ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ട പരിശുദ്ധാത്മശക്തിക്കായി പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ഈ പ്രാർത്ഥന കേൾക്കുന്നവരുടെ കൂടുതൽ ആർക്കെങ്കിലും അസുഖമോ പ്രയാസമോ രോഗമോ ഉണ്ടെങ്കിൽ അവർക്കൂടെ പ്രാർത്ഥിക്കുന്നു. വേണ്ട സുഖം, സൗഖ്യം, സമാധാനം നൽകണമേ. അടിയങ്ങളുടെ ഈ ഭൂമിയിലുള്ള വാസം സന്തുഷ്ടപ്രദമാക്കണമേ. അവിടുത്തെ വരവെങ്കിൽ ഞങ്ങളെ ആദായപ്പെട്ടവരുമായി കർത്താവോട് ചേരുവാൻ നിൽക്കണം, ഞങ്ങൾ ഒരുക്കണം. യേശുവിൽ താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.